എനിക്കില്ല, ഞാൻ ഡോർ തുറക്കുമ്പോൾ ഹായ്, ഇത് ഞാൻ പാലക്കാട്. ഞങ്ങൾ കഴിഞ്ഞ ഏപ്രിൽ വെക്കേഷന് പോയ സമയത്തെടുത്ത വീഡിയോ ആണ്. ഇത് ചേച്ചിയുടെ മുടി ഒത്തിരി വളർന്ന് ഞങ്ങളൊരു ട്രാൻസ്ഫോർമേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞത് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഞങ്ങൾ പോയി മുടി വെട്ടിച്ചു. അപ്പം എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിരുന്നു അവളുടെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ. ഞാൻ അതിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. എക്സ്ട്രീം ലെവലിലായിരുന്നു, എല്ലാവരുടെയും എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അത്. അങ്ങനെ പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട്. എൻജോയ്മെൻ്റാണ്, മാക്സിമം എൻജോയ്മെൻ്റ് ആണല്ലോ. പിള്ളേരുടെ സമയം പഠിക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. ഇതെൻ്റെ ചേച്ചിയുടെ ചെറിയ മോളാണ്. ഞങ്ങൾ 3 മക്കളാണ്, എൻ്റെ അപ്പനമ്മയ്ക്കും. മൂത്തൊരു ചേച്ചി, പിന്നെ ചേച്ചിക്ക് 3 പെൺപിള്ളേരാണ്. എനിക്കും 3 ആൺപിള്ളേരാണ്, 2 ട്വിൻസാണ്. അങ്ങനെ 6 പേരുടെയും ഒരു എന്താ പറയുക, വൻ കൂട്ടായ്മയായിരുന്നു ഈ വെക്കേഷൻ എന്നൊക്കെ പറയുന്നത്. അവർക്കൊരു നല്ലൊരു മൊമെൻറ്റ്സ്, നല്ലൊരു മെമ്മറീസൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് ഈ വെക്കേഷൻ പീരീഡ് തന്നെയായിരിക്കും. ഞങ്ങളുടെ കുട്ടിപ്പട്ടാളങ്ങളാണ് എൻ്റെ ഇരട്ടയും ചേച്ചിയുടെ ഇളയ പെൺകൊച്ചും. പുറത്തിരുന്നൊക്കെ ഫുഡ് കഴിക്കുക, ഊഞ്ഞാലാകുക. അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു കുളമൊക്കെ അതൊക്കെ ഇപ്പോൾ വറ്റിക്കിടക്കുകയായിരുന്നു. ആ സമയത്ത് അവിടെ പോയി ഫുട്ബോൾ കളിക്കുക. അങ്ങനെ അവർക്ക് പറ്റാവുന്നിടത്തോളം മാക്സിമം മെമ്മറീസ് കൊടുക്കുക എന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പാർക്കിൽ പോവുക, അതാണ് ഇവരുടെ മെയിൻ. പാലക്കാട് മെയിൻ പാർക്കിൽ പോവുക. ഇത് ഒരു സായ പാർക്ക് മണ്ണാർക്കാടുണ്ട്. അപ്പോൾ അതുപോലെ കാഞ്ഞിരപ്പുഴ ഡാം, മലമ്പുഴ പാർക്ക്, അങ്ങനെ ഫാൻറ്റസി, അങ്ങനെ മാക്സിമം പാർക്കിൽ പോവുക. പിള്ളേരെ കൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ അങ്ങ് ഇറങ്ങുക. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ മെയിൻ പരിപാടികൾ. എല്ലാവരും പ്രായഭേദമന്യേ എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു സമയം. അതുപോലെ കോങ്ങാട് പാർക്ക്, അവിടെയാണ് ഏറ്റവും മെയിൻ എന്ന് പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂളാണ്. ബാക്കിയെല്ലാം പിള്ളേർ കളിക്കുമെങ്കിലും മാക്സിമം അവർ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെ. രാത്രി വരെയും അവിടെ കളി ബഹളമൊക്കെ ആയിരിക്കും. വെള്ളം പേടിയുള്ള ആളായിരുന്നു എൻ്റെ ഇരട്ടകൾ 2 പേരും. വീട്ടിൽ നിന്നില്ലെങ്കിൽ അവരെ എല്ലാം പേടി മാറ്റി, ചേച്ചി പേര് എല്ലാവരും പേടിയെല്ലാം മാറ്റി അവരിവിടെ മാക്സിമം എൻജോയ് ചെയ്യുമായിരുന്നു. നമുക്ക് ഇറങ്ങണമെന്നുണ്ട്, ഞങ്ങൾ പിള്ളേർക്കുള്ളതല്ല, ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. വെള്ളമൊക്കെ കാണുമ്പോൾ കളിക്കാനൊക്കെ രാത്രി വരെയും പിള്ളേരവിടെ ഇരുന്ന് കളിയായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ എല്ലാവരെയും പറഞ്ഞ് മുകളിലോട്ട് കയറ്റി അങ്ങ് പോവുമായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ ഉച്ചയ്ക്ക് ആദ്യത്തെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പുറത്ത് ഞങ്ങളൊരു ടേബിളെല്ലാം സെറ്റ് ചെയ്ത് പിള്ളേർക്ക് അവിടെ പുറത്താകുമ്പോൾ കിളികളും അണ്ണാനും കോഴി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരാൻ കണ്ടുകൊണ്ടൊക്കെ പിള്ളേർ ഫുഡ് കഴിക്കും. അതിൻ്റെ ഒരു ഫീലൊരു അതൊന്നും വേറെയാണ്. 2 വീഡിയോ ആയിട്ട് ഞാനത് ആഡ് ചെയ്തേക്കുന്നത്. അതാ രണ്ടും, ഒന്നിൽ ടേബിളിൻ്റെ ഷീറ്റ് ഉണ്ട്, ഒന്നിൽ ടേബിളിൽ ഷീറ്റില്ല. വീണ്ടും ഫുൾ ടൈം കളിയല്ലേ, ചില സമയത്ത് നമുക്കും അവരുടെ കൂടെ ഇതുപോലെ സ്പെൻഡ് ചെയ്യാം. ബ്ലോക്സ് വെച്ച്, ബിൽഡിംഗ് ബ്ലോക്സ് വെച്ച് പല സാധനങ്ങൾ ഉണ്ടാക്കുക, വളരെ ക്രിയേറ്റീവായിട്ട് ഓരോന്നുണ്ടാക്കുക. ഇതൊക്കെയാണ് പിള്ളേരുടെ മെയിൻ പരിപാടി. അങ്ങനെ വെക്കേഷൻ ടൈം എത്രത്തോളം എൻജോയ് ചെയ്യുന്നു അത്രത്തോളം അവർ എൻജോയ് ചെയ്തു. ഈ വെക്കേഷനാണ് എൻ്റെ അനിയത്തിക്കും 2 കുഞ്ഞുങ്ങളുണ്ടായത്. അതും ഇരട്ട പിള്ളേരാണ്, 2 കുഞ്ഞു പെൺകൊച്ചുങ്ങൾ. അവരുടെ പേര് നോമി എന്നാണ്. നല്ല പിള്ളേർക്ക് കൊഞ്ചിക്കാനുള്ള സമയം എല്ലാം ഈ വെക്കേഷനാണ് കിട്ടിയത്. അവരും സുഖമായിട്ടിരിക്കുന്നു. ഇതെൻ്റെ പിള്ളേരുടെ പാട്ടും പ്രാർത്ഥനയാണ്. മാക്സിമം കൈ കൊട്ടി അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. അതാണ് ഈ വീഡിയോ.